കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട അതിൻ്റെ ശുദ്ധജല തടാകത്തിൻ്റെ നീലിമയാൽ ലോക പ്രശസ്തമാണ്. എന്നാൽ ആ തടാകത്തിരകൾ തഴുകുന്ന മണ്ണിൽ കേവലം പ്രകൃതി ഭംഗിക്കപ്പുറം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരാത്മീയ പൈതൃകം കുടികൊള്ളുന്നുണ്ട്. അതാണ് ശാസ്താംകോട്ട ശ്രീ അമ്മൻ കോവിൽ. ആദിപരാശക്തിയുടെ വിശ്വരൂപത്തെ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഈ പുണ്യസങ്കേതം കേരളത്തിലെ ഇതര ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ കൊണ്ടും തമിഴ് മലയാള സംസ്കാരങ്ങളുടെ അസാധാരണമായ സമന്വയം കൊണ്ടും വിശ്വകർമ്മ കുലത്തിൻ്റെ ഉജ്ജ്വലമായ പാരമ്പര്യം കൊണ്ടുമാണ്. വായുവിൽ പടരുന്ന കർപ്പൂരഗന്ധവും കായൽക്കാറ്റിൻ്റെ തണുപ്പും ഭക്തലക്ഷങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ഒത്തുചേർന്ന ഇവിടെ ജഗദീശ്വരി മുത്താരമ്മയായും ഭദ്രയായും ഭക്തർക്ക് അഭയമേകുന്നു. ശാസ്താംകോട്ടയുടെ ഭൂപ്രകൃതി തന്നെ ഒരു തീർത്ഥാടനമാണ്. വിസ്തൃതമായ ശാസ്താംകോട്ട കായലിന്റെ പശ്ചാത്തലത്തിൽ പച്ചപ്പിന്റെ പുതപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമ്മൻ കോവിൽ ശാന്തതയുടെയും ഊർജത്തിന്റെയും പ്രഭവ കേന്ദ്രമാണ്. ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ക്ഷേത്രത്തിന്റെ ആത്മീയ പരിവേഷത്തെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, സന്ദർശകരുടെ മനസ്സിൽ അവാച്യമായ ഒരു ശാന്തി പകരുകയും ചെയ്യുന്നു. ശ്രീ അമ്മൻ കോവിലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ദക്ഷിണ ഭാരതത്തിന്റെ സാമൂഹിക സാംസ്കാരിക കുടിയേറ്റത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ഏടുകളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ആദിയുഗത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ പഞ്ചർഷികളുടെ, അതായത് മനു, മയ, തൃഷ്ട, ശില്പി, വിശ്വജ്ഞ പരമ്പരയിൽപ്പെട്ട വിശ്വബ്രാഹ്മണരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുനെൽവേലിയിലെ വിഖ്യാതമായ ശ്രീ ശങ്കരൻ കോവിൽ പ്രദേശത്ത് വസിച്ചിരുന്നവരായിരുന്നു ഇവർ. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും നിപുണർ. ധർമ്മനിഷ്ഠയുള്ളവരായിരുന്ന ഇവർ കേവലം ശില്പികളായിരുന്നില്ല, മറിച്ച് വിശ്വബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന തന്ത്രമന്ത്ര വിശാരദർ കൂടിയായിരുന്നു. അവരുടെ കുലഗുരുവായ ശ്രീ പരസമായ കോളരിനാഥ സ്വാമിയുടെ അനുഗ്രഹത്താൽ സ്വർണ്ണാഭരണ നിർമ്മാണത്തിലും ക്ഷേത്ര നിർമ്മാണത്തിലും അവർ ലോകപ്രശസ്തരായി. കായംകുളം രാജാവിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ശാസ്താംകോട്ടയിലെ പ്രസിദ്ധമായ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായാണ് ഈ വിശ്വകർമ്മ കുടുംബങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്കെത്തിയത്. തങ്ങളുടെ കുലദൈവമായ ആദിപരാശക്തിയെ തേവാരമൂർത്തിയായി, അതായത് നിത്യപൂജയ്ക്കുള്ള വിഗ്രഹമായി അവർ കൂടെ കരുതിയിരുന്നു. ശാസ്താ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ശാസ്താംകോട്ടയുടെ പ്രകൃതി രമണീയതയിൽ ആകൃഷ്ടരായ ഇവർ ഇവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വിശ്വകർമ്മജരുടെ ഈ പൗരാണിക പാരമ്പര്യം ഈ മണ്ണിൽ വേരുറപ്പിക്കുന്നത്. പരസമായ കൊളാരിനാഥ സ്വാമികളുടെ പരമ്പരയിൽപ്പെട്ട വിശ്വകർമ്മ സമൂഹത്തിൻ്റെതാണ് ശാസ്താംകോട്ട ശ്രീ അമ്മൻ കോവിൽ. കോവിലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്താംകോട്ട ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് ശ്രീ അമ്മൻ കോവിൽ. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഹാരാജാവിൻ്റെ ആവശ്യപ്രകാരം ശങ്കരകോവിൽ ഭാഗത്തു നിന്ന് വന്ന വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കോവിൽ പരിപാലിച്ചു പോരുന്നത്. അന്ന് അവിടുന്ന് കൊണ്ടുവന്ന തേവാരമൂർത്തിയായ ആദിപരാശക്തി ശ്രീ മുത്താരമ്മയും മാരിമുത്താരമ്മയാണ് ഇവിടെ വെച്ച് ആരാധിച്ചു പോരുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അത്ഭുത കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം തന്നെ വളരെ ചൈതന്യവത്തായ ഇതാണ്. ദേശാഭിമാനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ കരയിൽപ്പെട്ട ഇടത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു പുരാതന ക്ഷേത്രത്തെയും പോലെ അമ്മൻ കോവിലിനും കാലപ്പഴക്കത്തിൽ വിസ്മൃതിയിലാണ്ടുപോയ ഒരു കാലഘട്ടമുണ്ട്. തലമുറകൾ കൈമാറുന്നതിനിടയിൽ വിശ്വകർമ്മ കുടുംബങ്ങൾ പ്രാദേശിക ആചാരങ്ങളുമായി ലയിച്ചപ്പോൾ തമിഴ് പാരമ്പര്യത്തിലുണ്ടായിരുന്ന തേവാരമൂർത്തി ആരാധന ക്രമേണ നിലച്ചുപോയി. ആ വിഗ്രഹം എവിടെയാണെന്ന് പോലും ആരും അറിയാത്ത അവസ്ഥയിലായി. എന്നാൽ ദൈവനിയോഗം മറ്റൊന്നായിരുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള തറവാട്ടിലെ കാരണവർക്ക് ഒരു രാത്രിയിൽ ജഗദീശ്വരി സ്വപ്നദർശനം നൽകി. വിസ്മൃതമായ അവസ്ഥയിൽ താൻ കിടക്കുന്നതായും തന്നെ വീണ്ടെടുത്ത് ആരാധിക്കണമെന്നുമായിരുന്നു ദേവിയുടെ അരുളപ്പാട്. തുടർന്ന് നടന്ന പ്രഗത്ഭരായ ജ്യോത്സ്യന്മാരുടെ പ്രശ്നചിന്തയിൽ ദേവീ സാന്നിധ്യം സത്യമാണെന്നും തേവാരമൂർത്തിയെ യഥാവിധി പ്രതിഷ്ഠിക്കേണ്ടത് നാടിന്റെ ഐശ്വര്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും തെളിഞ്ഞു. അങ്ങനെ വിശ്വകർമ്മജർ തങ്ങളുടെ കുലഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആ വിഗ്രഹം വീണ്ടെടുത്ത് ശാക്തേയ വിധിപ്രകാരം പ്രതിഷ്ഠിച്ചു. ഇന്നും വിശ്വകർമ്മജരായ പൂജാരികൾ തന്നെയാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യനിഷ്ഠ വിളിച്ചോതുന്നു. ശ്രീ അമ്മൻ കോവിലിലെ ശ്രീകോവിൽ അത്ഭുതകരമായ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ആദിപരാശക്തിയുടെ 2 ഭാവങ്ങളാണ് ഇവിടെ പ്രധാനമായും ആരാധിക്കപ്പെടുന്നത്.
അതിലാദ്യത്തേത് ശ്രീ മുത്താരമ്മയാണ്. സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഈ ഭാവം ഭക്തർക്ക് ശാന്തിയും സമൃദ്ധിയും പ്രഭയും ചൊരിയുന്നു. രണ്ടാമത്തേത് തിന്മകളെ നിഗ്രഹിക്കാൻ അവതാരമെടുത്ത ശ്രീ മാരി മുത്താരമ്മയാണ്. രൗദ്രഭാവത്തിലുള്ള കാളിയായിട്ടാണ് ഈ രൂപത്തെ സങ്കല്പിച്ചിരിക്കുന്നതെങ്കിലും തൻ്റെ ഭക്തരുടെ മുന്നിൽ അമ്മ വാത്സല്യനിധിയായ ഒരു സംരക്ഷകയായാണ് നിലകൊള്ളുന്നത്. ശാന്തതയും ഭക്തിയും ഒത്തുചേരുന്ന ഈ അപൂർവ ഭാവങ്ങൾ ഭക്തരിൽ ഭയഭക്തി ബഹുമാനങ്ങളും മാനസികമായ ഉണർവും ഒരുപോലെ പകർന്നു നൽകുന്നു. രണ്ട് ദേവിമാരും ഒരേ ശ്രീകോവിലിൽ വടക്കോട്ട് ദർശനം നൽകുന്നു എന്നത് തന്ത്രശാസ്ത്രപ്രകാരം അതിവിശിഷ്ടമാണ്. വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങൾ സിദ്ധിപ്രദായകമാണെന്നാണ് വിശ്വാസം. കൂടാതെ ഇവിടെ മഹാദേവന്റെ സാന്നിധ്യം സ്വയംഭൂവായ കിരാതമൂർത്തിയുടെ രൂപത്തിലാണ്. പാർവതിയെ നേടിയെടുക്കാൻ കിരാതരൂപം പൂണ്ട പരമശിവന്റെ ഈ ഭാവം ദേവീ സങ്കേതത്തിന് പൂർണ്ണത നൽകുന്നു. ഗണനാഥൻ, മാടൻ തമ്പുരാൻ, യോഗീശ്വരസ്വാമി, രക്തേശ്വരി, യക്ഷിയമ്മ, രക്ഷസ് തുടങ്ങിയ ഉപദേവതകളും വിധിപ്രകാരം ഇവിടെ കുടികൊള്ളുന്നു. പ്രകൃതിയും ആരാധനയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന സർപ്പക്കാവും നാഗരാജാവും നാഗയക്ഷിയമ്മയും ക്ഷേത്രത്തിന് ആത്മീയ സംരക്ഷണം നൽകുന്നു. കേരളത്തിലെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന തന്ത്ര സമുച്ചയ വിധിയിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവിഡ വിശ്വകർമ്മ ആചാരങ്ങളുടെ ഒരു സങ്കര രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വിശ്വകർമ്മജരായ പൂജാരികൾ നിർവഹിക്കുന്ന പൂജകളിൽ തമിഴ് മന്ത്രങ്ങളുടെയും കേരളീയ ആചാരങ്ങളുടെയും സ്വാധീനം ഒരേ സമയമുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പ്രധാനമായും ക്ഷേത്രം തുറക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി വൃശ്ചിക മാസത്തിൽ 41 ദിവസത്തെ ചെറുപ്പമാണ് ഉള്ളത്. അതുപോലൊപ്പം തന്നെ ശിവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയ ദിവസങ്ങളിൽ ക്ഷേത്രം തുറങ്ങും. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായത് മീനമാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച കൊടിയേറി 3ാമത്തെ ചൊവ്വാഴ്ച കാളിയൂട്ട് മഹോത്സവത്തോടും ബുധനാഴ്ച നോഞ്ഞ നീരാട്ടോടും കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. തമിഴ് ആചാരപ്രകാരമുള്ള സമ്പ്രദായത്തിലാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. വിശ്വകർമ്മജർ തന്നെയാണ് ഇവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. പഴയ ആചാര രീതിക്ക് വലിയ കോട്ടങ്ങൾ സംഭവിക്കാതെ തന്നെ പഴയ ആചാര രീതിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെയാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിപ്പോരുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ പിന്തുടരുന്നു. കാളിയൂട്ട്, ഗുരുസി, പൂപ്പടത്തുള്ളൽ, മഞ്ഞനീരാട്ട്, മഞ്ഞപ്പൊങ്കൽ, കാപ്പുകെട്ട് തുടങ്ങി മറ്റ് ക്ഷേത്രങ്ങളിൽ കാണപ്പെടാത്ത അപൂർവമായ പല ആചാരങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മകരപ്പൊങ്കൽ. ദേശനിവാസികൾ ഒന്നടങ്കം പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ അമ്മൻ കോവിൽ അമ്മ തങ്ങളുടെ എല്ലാ ദുരിതങ്ങളും വ്യാധികളും അകറ്റുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഭക്തർ പൊങ്കൽ അർപ്പിക്കുന്നത്. ലളിതാ സഹസ്രനാമ പാരായണവും ഭാഗവത പാരായണവും ക്ഷേത്രാന്തരീക്ഷത്തെ സദാ ഭക്തിസാന്ദ്രമാക്കുന്നു. ഓരോ കർമ്മത്തിലും വിശ്വകർമ്മ പാരമ്പര്യത്തിൻ്റെ കൃത്യതയും ഭക്തിയും പ്രകടമാണ്. ഈ തമിഴ് ആചാരപ്രകാരം പൂപ്പട, മഞ്ഞനീരാട്ട്, കാളിയൂട്ടെന്ന് പറയുന്ന സംഭവോത്സവത്തിൻ്റെ അന്ന് ശാസ്താംകോട്ട അമ്പലത്തിൽ, അതായത് മീനത്തിലെ 3ാമത്തെ ചൊവ്വാഴ്ച നമ്മുടെ ശാസ്താംകോട്ട അമ്പലത്തിൽ, വലിയ അമ്പലത്തിൽ കായൽക്കരയിൽ ഗുരുതിയും കഴിഞ്ഞിട്ട് തിരിച്ച് കയറി കരകവും നിറച്ച് അമ്മൻകുടവും എല്ലാമായിട്ട് ദേവി അനുഗ്രഹിച്ച് അമ്പലത്തിൽ വന്ന് കയറുകയും അന്ന് വെളുപ്പിനെ 3ാം യാമത്തിൽ, അതായത് ഏകദേശം ഒരു 2 മണി സമയത്ത് 2 മണിക്ക് ശേഷമാണ് ഈ കാളിയൂട്ട് നടക്കുന്നത്. അത് 11 അരിയുടെ കുത്തരിയുടെ ചോറും അതിൻ്റെ പച്ചക്കറി വിഭവങ്ങളെല്ലാം കറിയാക്കി, അതായത് ഏകദേശം തമിഴ്നാട്ടിലെ ഒരു പൊങ്കലിൻ്റെ രീതിക്കുള്ള അതിനോട് ചേരുന്ന ഒരു രീതിക്കാണ് ഊട്ട് നടക്കുന്നത്. അത് എല്ലാവരും കാപ്പ് കെട്ടി ആഹാരം കഴിക്കാതെ വ്രതം നിന്ന് ഇത് ക്ഷേത്രത്തിൻ്റെ പാചകപ്പുരയിലുണ്ടാക്കി മേപ്പരയും കെട്ടി താഴെ അത് ഈ 5 പേരും പുതിയ വട്ടി കൊട്ട എല്ലാ കാര്യങ്ങളും എല്ലാം പുതിയത് പിച്ചാച്ച് എല്ലാ സഹിതം പുതിയ സാധനങ്ങൾ മേടിച്ച് കറിവകകൾ ഒപ്പിച്ച് ഉണ്ടാക്കി അമ്പലത്തിൽ ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൽ 3 സൈഡ് വെള്ളം കൊണ്ട് മറച്ച് അകത്ത് ആ സമയത്താണ് അന്ന് ദീപാരാധന. ആ സമയത്ത് അമ്പലം അടച്ചകത്ത് ദേവി ഇത് ഊട്ട് കഴിക്കാനായിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു അനുഭവം, മുട്ടുസൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദയിൽ നിന്നാണ് ഈ ഒരു പെട്ടെന്നാണ് ഇതല്ല. ആ സമയത്ത് പമ്പമേളവും ദേവിയുടെ അട്ടഹാസത്തോടെ വന്ന് ആ സമയത്ത് അകത്ത് ദീപാരാധന നടക്കുകയും ഇവിടെ നിണം കുറുക്കി കുമ്പളങ്ങയും മുറിച്ച് ഉത്സവത്തിന് 3 ഗുരുതിയാണ്. ഉത്സവത്തിൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് കായൽക്കരയിൽ ഗുരുതി എന്ന് പറയും. അത് ഉച്ചയ്ക്ക് 12 മണിക്ക് മധ്യാഹ്നത്തിൽ. അത് കഴിഞ്ഞ് വൈകിട്ട് ശാസ്താംകോട്ട അമ്പലത്തിൽ നിന്ന് ഗുരുതിയും കഴിഞ്ഞിട്ടാണ് കരകവും നിറച്ച് ശാസ്താംകോട്ട വലിയ അമ്പലത്തിൽ നിന്ന് ശാസ്താവിൻ്റെ അനുഗ്രഹവും സ്വീകരിച്ച്
നമ്മൾ അവിടുന്ന് ദേവിയുടെ ഭഗവാന്റെ അനുമതിയുമായി ദേവി അവിടുന്ന് എഴുന്നള്ളി ഈ പരിസര പ്രദേശങ്ങളിലെ ചുറ്റുപാടുകളിൽ എല്ലാവരും വീടിൻ്റെ മുമ്പിൽ വിളക്കും കത്തിച്ച് വെച്ച് നല്ല രീതിയിൽ ആഘോഷമായിട്ട് ദേവിയെ വരവേറ്റിട്ടാണ് സ്വീകരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്ന് ദേവി ഇവിടെ എത്തിച്ചേരുന്നത്. ശാസ്താംകോട്ട അമ്മൻ കോവിലിലെ ഏറ്റവും സവിശേഷമായ ഒരു വഴിപാടാണ് കുത്തിയോട്ടം. തെക്കൻ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ഈ അനുഷ്ഠാനം ശാരീരികവും മാനസികവുമായ സമർപ്പണത്തിന്റെ ഉദാത്തമായ രൂപമാണ്. ബാലന്മാരാണ് കുത്തിയോട്ടത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയും ദേവിയുടെ മഹിമകളും വാഴ്ത്തുന്ന പാട്ടുകൾ പാടി തപ്പും ഇലത്താളവും ചേർന്ന താളവാദ്യങ്ങൾക്കൊപ്പം ചുവടുവെക്കുന്ന ഈ കുത്തിയോട്ടം വിശ്വാസികളെ ഭക്തിയുടെ ഉന്നതിയിലെത്തിക്കും. ഇത് വെറുമൊരു വഴിപാടല്ല, മറിച്ച് തന്റെ ജീവിതം ദേവിക്ക് സമർപ്പിക്കുന്നുവെന്ന ഭക്തന്റെ പ്രതിജ്ഞയാണ്. കുത്തിയോട്ടം നടത്തുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും വിഘ്നങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുത്തിയോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുത്തിയോട്ടം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം തൊട്ട് ആ ഉത്സവം കഴിഞ്ഞ് മഞ്ഞനീരാട്ട് കഴിയുന്ന കാര്യങ്ങൾ വരെയാണ് ഈ കുത്തിയോട്ടത്തിൽ, അല്ല വേറെ ഒന്നുമില്ല. ഈ അമ്പലത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം, ഉത്സവം, ക്ഷേത്രം എങ്ങനെ ഉണ്ടായി, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ദോഷങ്ങൾ വന്നത്, അതിൽ കുടുംബങ്ങൾക്കുള്ള പങ്ക് എന്താണ്, അങ്ങനെ. അതുപോലെ ഇവിടെ ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടത്തുന്നത് ഇതിൽപ്പെട്ട കുടുംബങ്ങളാണ്. ഗുരുതിയായാലും പൂജയായാലും എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇതിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശേഷിച്ചുള്ള ആയില്യ പൂജ, അതുപോലെ ഉത്സവത്തിൻ്റെ കലശം, പുനഃപ്രതിഷ്ഠാ വാർഷികം, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളിലാണ് നമ്മൾ തന്ത്രിയെ വെച്ചേക്കുന്നത്. അതിന് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വെട്ടിക്കാട്ട് അമ്പലത്തിലെ കൃഷ്ണൻ തിരുമേനിയാണ്, അദ്ദേഹമാണ് തന്ത്രി. അദ്ദേഹം വന്ന് എല്ലാ കാര്യങ്ങളും ഗണപതി ഹോമം ഉത്സവത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മീനമാസത്തിലെ 2ാം ചൊവ്വാഴ്ച ആരംഭിക്കുന്ന അമ്മൻകൊട മഹോത്സവം ശാസ്താംകോട്ടയുടെ സാംസ്കാരിക ജീവിതത്തിലെ സുവർണ അധ്യായമാണ്. തൃക്കാൽനാട്ട്, കരകമെഴുന്നള്ളത്ത് തുടങ്ങിയ ചടങ്ങുകൾ ഇതിന്റെ ഭാഗമാണ്. ഉത്സവത്തിന് മുന്നോടിയായി വിശ്വകർമ്മ കുടുംബങ്ങൾ തങ്ങളുടെ പഴയ ദേശമായ തിരുനെൽവേലിയിലെ ശങ്കരൻ കോവിലിൽ പോയി ദർശനം നടത്തുന്നത് ഇന്നും മുടങ്ങാതെ തുടരുന്ന ആചാരമാണ്. ഇത് തങ്ങളുടെ വേരുകളെ മറക്കാത്ത ഒരു സമൂഹത്തിന്റെ ആത്മീയമായ സത്യസന്ധതയെ കാണിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ നാടൊന്നാകെ ഈ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നു. ജാതിമത ഭേദമന്യേയുള്ള ഈ ഒത്തുചേരൽ ദേവിയുടെ സാർവലൗകികമായ മാതൃത്വത്തിന് ഉദാഹരണമാണ്. മറ്റ് പ്രധാന ചടങ്ങുകളിൽ പുനഃപ്രതിഷ്ഠാ വാർഷികം, മണ്ഡലകാല പൂജ, ശിവരാത്രി, അഷ്ടമി രോഹിണി, ആയില്യം പൂജ എന്നിവ ഉൾപ്പെടുന്നു. ശാസ്താംകോട്ട ശ്രീ അമ്മൻ കോവിൽ ഒരു ആരാധനാലയം എന്നതിനേക്കാൾ ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രമാണ്. വിശ്വകർമ്മ സമുദായത്തിന്റെ കേരളത്തിലെ കുടിയേറ്റ ചരിത്രത്തിന്റെ ലിഖിതങ്ങളാണ് ഈ മണ്ണും തൂണുകളും. കലയും കരവിരുതും മന്ത്രവിദ്യയും ഒത്തുചേരുന്ന ഒരിടം. ആധുനിക യുഗത്തിൽ മനുഷ്യൻ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും അശാന്തിക്കും പരിഹാരമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. തടാകത്തിന് സമീപത്തുള്ള ഈ പ്രാർത്ഥനാലയം പരിസ്ഥിതിയും ആത്മീയതയും തമ്മിലുള്ള അവിഭാജ്യ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. മുത്താരമ്മയുടെയും മാരിമുത്താരമ്മയുടെയും ദ്വിരൂപ സങ്കല്പം നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയുടെ 2 മുഖങ്ങളാണ്: സംരക്ഷണവും സംഹാരവും. തിന്മയെ സംഹരിക്കുകയും നന്മയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആദിപരാശക്തിയുടെ ഈ ഭാവം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുമുള്ള നന്മ തിന്മകളുടെ പോരാട്ടത്തിൽ നന്മയുടെ പക്ഷം ചേരാൻ പ്രേരിപ്പിക്കുന്നു. ശാസ്താംകോട്ട ശ്രീ അമ്മൻ കോവിൽ ഒരനുഭവമാണ്. വിശ്വകർമ്മജരുടെ കരവിരുതും ശങ്കരൻ കോവിലിലെ മന്ത്രധ്വനികളും ശാസ്താംകോട്ട കായലിന്റെ കുളിരും ചേർന്നൊരുക്കിയ ഒരു പുണ്യതീർത്ഥം. ആചാരങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ എന്നാൽ ആധുനിക കാലത്തിന്റെ ആവശ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ക്ഷേത്രം മുന്നോട്ടു പോകുന്നു. ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ അറിഞ്ഞ് കേട്ട് അമ്മയുടെ സന്നിധിയിൽ എത്തുന്നുണ്ട്. അവർ ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ട് അങ്ങനെ വളരെയേറെ ഭക്തജനങ്ങൾ വരുന്നതാണ്. വെള്ളി ദിവസങ്ങളിൽ വളരെയേറെ ഭക്തജനങ്ങൾ ഉള്ള ദിവസമാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ക്ഷേത്രത്തിൻ്റെ 1-ാം തീയതിയും എല്ലാ മാസം 1-ാം തീയതിയും തുറക്കും. ക്ഷമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച തന്നെയാണ്. മുത്താരമ്മയുമാണ് ഇവിടുത്തെ പ്രധാന ദേവതകൾ. പിന്നെ ഉപദൈവങ്ങളായിട്ട് സ്വയംഭുവായ ശിവനും മഹാഗണപതിയും, അതോടൊപ്പം തന്നെ മാടൻ തമ്പുരാനെ, രക്തേശ്വരി, യോഗീശ്വര സ്വാമി, രക്ഷസ്, യക്ഷിയമ്മ, പിന്നെ നാഗരാജാവ്, നാഗദൈവങ്ങൾ, അങ്ങനെ ഉപദൈവങ്ങളും ഇവിടെ വെച്ച് ആരാധിച്ചു പോരുന്നു. അതോടൊപ്പം തന്നെ തുലാമാസത്തിലെ ആയില്യത്തിന് വളരെ വിപുലമായ രീതിയിലുള്ള ആയില്യ പൂജയും നടത്തി വരുന്നുണ്ട്. അതിനൊക്കെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷേത്രം
അനുദിനം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരും തലമുറകൾക്ക് നമ്മുടെ പൗരാണിക സംസ്കാരത്തെയും ശാക്തേയ പൂജാവിധികളെയും കുറിച്ചുള്ള വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു പാഠശാല കൂടിയാണിത്. കൊല്ലം ജില്ലയിലെ പ്രധാന കേന്ദ്രമായ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോഡ് മാർഗവും എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നും ബസ് സൗകര്യം ലഭ്യമാണ്. അമ്മയുടെ നടയിൽ ചെന്ന് തൊഴുതു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ മനസ്സമാധാനം ഏതൊരു ഭൗതിക സമ്പത്തിനേക്കാളും വലുതാണ്. ആദിപരാശക്തിയുടെ കടാക്ഷം തേടി ഈ തിരുമുറ്റത്തേക്ക് എത്തുന്ന ഓരോ ഭക്തനും മടങ്ങുന്നത് ഒരു പുതിയ മനുഷ്യനായാണ്, കൂടുതൽ കരുത്തുള്ള, കൂടുതൽ ശാന്തനായ ഒരു മനുഷ്യനായി.